ഇത്തവണത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം എസ് രമേശൻ നായരുടെ ഗുരു പൗർണമിക്ക് ശ്രീനാരായണ ഗുരുവിന്റെ ആത്മീയ ചൈതന്യം അക്ഷരങ്ങളിൽ ആവാഹിച്ച കാവ്യമാണ് ഗുരു പൗർണമി. പുരസ്കാരം ലഭിച്ചതിൽ സന്തോഷമുണ്ടെന്ന് എസ് രമേശൻ നായർ മനോരമ ന്യൂസിനോട് പറഞ്ഞു. മലയാള കവിതയുടെ തിരിച്ചുവരവാണ് ഉണ്ടായതെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു. കഴിഞ്ഞ 60 കൊല്ലത്തോളമായി മലയാള രചനാലോകത്ത് സജീവമായ എസ് രമേശൻ നായരെ തേടി ഒടുവിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരവും എത്തിയിരിക്കുകയാണ്. ഈ പുരസ്കാര ലബ്ധിയുടെ ഈ സമയത്ത് അദ്ദേഹം ആ ഒരു സന്തോഷം നമ്മളുമായി പങ്കുവെക്കുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. എങ്ങനെ കാണുന്നു ഈ പുരസ്കാര ലബ്ധിയെ? എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഞാൻ കഴിഞ്ഞ അരനൂറ്റാണ്ടിലധികമായിട്ട് കവിതയുടെ രംഗത്ത് ഉറച്ചു നിൽക്കുന്ന ഒരാളാണ്. എൻ്റെ ഒരു കൃതി ദേശീയ തലത്തിൽ അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതിൽ തീർച്ചയായിട്ടും സന്തോഷമുണ്ട്. മറ്റൊന്ന്, ഞാൻ ജനിച്ചു വളർന്നൊക്കെ കന്യാകുമാരി ജില്ലയിലാണ്. കന്യാകുമാരിയുടെ മൊത്തം ഹൃദയസ്പന്ദനമായിട്ടുള്ളൊരു മലയാളം എൻ്റെ മലയാളം. അത് അംഗീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് കൂടുതൽ ചാരിതാർത്ഥ്യജനകം. ഗുരുദേവനെ കുറിച്ചുള്ള ഒരു പുസ്തകത്തിനാണ് ഇപ്പോൾ ഈ പുരസ്കാരം കിട്ടിയിരിക്കുന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ എന്താണ് പറയാനുള്ളത്? അതുപോലെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതാനുണ്ടായ ഒരു സാഹചര്യം എന്തായിരുന്നു? കഴിഞ്ഞ നൂറ്റാണ്ടിൽ കേരളത്തിൽ സംഭവിച്ച ഏറ്റവും മഹജ്ജനനം ശ്രീനാരായണ ഗുരുദേവൻ്റെ ജനനം. അദ്ദേഹത്തെ വേണ്ട പോലെ ആരെങ്കിലും വിലയിരുത്തി വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. അപ്പം എൻ്റെ ഭാഗത്തു നിന്ന് അതിനൊരു തിരുത്തലുണ്ടാവും, അല്ലെങ്കിൽ ഒരു മിനുക്ക് പണി ഉണ്ടാവും. അങ്ങനെ ഉണ്ടാക്കിയ കാവ്യമാണ്. മറ്റ് രചനാ രീതികളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കവിതയ്ക്ക് പൊതുവെ മലയാളത്തിൽ വായനക്കാർ വളരെ കുറവാണെന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നത് ഞങ്ങളൊക്കെ പഠിച്ചു വന്ന ശീലം ഉണ്ടല്ലോ, അത് കവിത ആസ്വദിക്കാനും മെനക്കെടണം. എഴുതാൻ മാത്രമല്ല, എഴുതുന്ന ആൾ മെനക്കെടണം ഉറപ്പായിട്ട്. പക്ഷെ അത്ര തന്നെ മെനക്കേട് വായിക്കുന്ന ആളിൻ്റെ ഭാഗത്തിനും വേണം. ഇപ്പം എന്താ പൊതുവെ കണ്ടുവരുന്ന വെച്ചാൽ, എത്ര മെനക്കെട്ടാലും അത് നമുക്ക് മനസ്സിലാവില്ല എന്നുള്ളെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു പൊതുവെ ഒരു ധാരണ വന്നു. കവിതയ്ക്ക് ഇത്ര ഒരു അംഗീകാരം കിട്ടുമ്പോൾ അതിനെങ്ങനെയാണ് കാണുന്നത്? അത് എന്തോ കവിത തിരിച്ചു വരുന്നുണ്ടാവും, നല്ലത് എന്നായാലും തിരിച്ചു വരും. ഏത് വിലയുള്ള വജ്രം ഭൂമിയുടെ അടിയിൽ കുഴിച്ചിട്ടാലും നിധി എന്നുള്ള പേരിൽ അത് പിന്നെ ഒരു കാലത്ത് പൊന്തി വരും. അതിന് നാശമൊന്നുമില്ല നല്ലതിന്. കവിയേക്കാൾ കൂടുതൽ അങ്ങെന്ന സിനിമ ഗാന രചയിതാവിനെയാണോ മലയാളി ഒരു പക്ഷെ കൂടുതൽ ഏറ്റെടുത്തിരിക്കുന്നത് തോന്നിയിട്ടുണ്ടോ? അതൊന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് കുറച്ച് കൂടുതൽ പേര് കേൾക്കുന്നുണ്ട്. കുറേ ഭക്തിഗാനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇന്ന ഭക്തിഗാനം എഴുതിയ ആളല്ലേ. എൻ്റെ കാവ്യ രംഗത്തെക്കുറിച്ച് അറിയുന്നതിലുപരി മറ്റേ തരത്തിലാണ് അറിയപ്പെടുന്നത്. അതങ്ങനെ ആയിരിക്കുമല്ലോ. തീർച്ചയായും മലയാള കവിതാ സാഹിത്യത്തെ സംബന്ധിച്ച് വളരെ അഭിമാനാർഹമായ ഒരു നേട്ടമാണ് ഇദ്ദേഹത്തിന് ഇപ്പോൾ കേന്ദ്ര സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ചിരിക്കുന്നു. ഏറെ കാത്തിരിപ്പിന് ശേഷം 12ാം വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ എസ് രമേശൻ നായരെ തേടി 70ാം വയസ്സിലാണ് ഈ പുരസ്കാരം എത്തുന്നത്. തീർച്ചയായും മലയാളത്തിനും ഏറെ അഭിമാനിക്കാവുന്ന ഒരു നേട്ടമാണ് ഇതെന്ന് പറയാതിരിക്കാൻ വയ്യ. കവി എസ് രമേശൻ നായർ എന്ന കേരളം ആദരിക്കുന്ന കവി. ഞങ്ങളുടെ കന്യാകുമാരിയിലാണ് ഞങ്ങളുടെ തറവാട്. കന്യാകുമാരിയിൽ 4 താലൂക്കുകളാണുള്ളത്: കൽക്കുളം, വിളവങ്കോട്, അഗസ്തീശ്വരം, തോവാള. കൽക്കുളം തറവാട് താലൂക്കിലാണ് ഞാൻ ജനിച്ചിരിക്കുന്നത്. അത് ഒരു മഹാപാരമ്പര്യമുള്ള താലൂക്കാണ്. കാരണം വീരതിളവ, എലുത്തമ്പി, ഇരവിക്കുട്ടിപ്പിള്ള, വലിയ പടത്തലവൻ അവരൊക്കെ ജനിച്ച ഒരു മഹാപാരമ്പര്യമുള്ള സ്ഥലം. മാർത്താണ്ഡവർമ്മയുടെ ആസ്ഥാനം വേണാടിൻ്റെ തലസ്ഥാനം, അതെ, ഒരുപാട് ചരിത്ര പൈതൃകങ്ങളുള്ള സ്ഥലമാണ്. അന്നത്തെ ഓണം, അതായത് ഇന്നും ഓണത്തിന് പൂവാണെങ്കിൽ തോവാള തന്നെ പോകണം. അതെ, ഓണത്തിന്റെ വലിയൊരു സമൃദ്ധി ആ വയൽ നിറഞ്ഞ ആ പ്രദേശത്ത്. പിന്നെ എങ്ങനെയാണ് ആ കുട്ടിക്കാലത്ത്? അതായത് ഒരു കാലം എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോഴും, എനിക്കെന്നല്ല ആർക്കായാലും ശരി, ഒരു ബാല്യത്തിൻ്റെ സമൃദ്ധി തിരിച്ചു കിട്ടില്ല. അറിവിനെ സംബന്ധിച്ചാലും ശരി, നമുക്ക് ഗുരുക്കന്മാർ അപ്പം ഹൃദയസ്ഥാവും. കുട്ടിക്കാലത്തൊക്കെ പഠിച്ച എത്രയോ ശ്ലോകങ്ങളാണ് എന്നെ ഇന്നും കവിയായിട്ട് നിലനിർത്തുന്നത്. പുഴയിൽ ഒരുപാട് വെള്ളം, നമ്മൾ കാണുന്ന ബന്ധുക്കളുടെ, സുഹൃത്തുക്കളുടെ, സ്നേഹിതന്മാരുടെ, അല്ലാത്തവരുടെ പോലും, എന്തിന് അന്നത്തെ വളർത്തുമൃഗങ്ങളുടെ പോലും മനസ്സ് നിറയെ നിലാവ് പോലെ സ്നേഹം. അതായിരുന്നു അന്നത്തെ ഓണം. എന്നൊന്നും സങ്കല്പിക്കാൻ പറ്റില്ല. ഇന്ന് ഞാൻ തന്നെ എഴുതിയിട്ടുണ്ട്. എന്താണ്, തോവാളയിൽ നിന്ന് പൂക്കൾ വന്നു, ആന്ധ്രയിൽ നിന്ന് അരി വന്നു, അങ്ങനെ. എന്നിട്ട് അളിയനും പെങ്ങളും കുട്ടികളും അറബി വിമാനം ഇറങ്ങി വന്നു. എല്ലാവരും വരണമല്ലോ, എല്ലാ സാധന സാമഗ്രിയും വരണം, ബന്ധുക്കളും വരണം. ഇതൊക്കെ ആണെങ്കിൽ എന്തെല്ലാം അന്യനാട്ടിൽ നിന്ന് വരുന്നതാണെങ്കിൽ പോലും എന്ത് അടിപൊളിയാക്കി ഞാൻ എൻ്റെ ഓണം. അടിപൊളിയാക്കി ഓണം ആക്കലാണ്, മറ്റേ ആവലാണ്. ആകലല്ല. ഈ ആകലിനും ആക്കലിനും കുറച്ച് വ്യത്യാസമുണ്ട്.
ആ വ്യത്യാസം ഇന്നത്തെ ഓണത്തിന്. എന്തായാലും ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ കവി എന്നുള്ളതിൽ മനസ്സിലേക്ക് പല പ്രമുഖരുടെയും വരികൾ കടന്നു ഓ വരുന്നു. തീർച്ചയായിട്ടും. അതായത് ഓണം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന മാബലി കവി, മഹാബലിക്ക് ഒരു കവി പറഞ്ഞത് അത് കുഞ്ഞിരാമൻ നായർ തന്നെയാണ്, സംശയമൊന്നുമില്ല. ഹലോ പുള്ളി, അവരുടെയൊക്കെ അതൊക്കെ വായിച്ചിട്ടൊക്കെയാണ് നമ്മൾ നിറഞ്ഞു വന്നിരിക്കുന്നത്. എസ് രമേശൻ നായരുടെ ബാല്യ കൗമാരങ്ങളൊന്നും അത്ര പ്രകടമായിട്ട് ആർക്കും അറിയില്ല. അതിൽ കേട്ടിട്ടുള്ള ഒരു കഥ, പഠിക്കാൻ മിടുക്കനായിരുന്നു, MBBS അഡ്മിഷൻ കിട്ടി, പിന്നെ എന്തുകൊണ്ടോ പോയില്ല എന്നാണ്. അതായത് പഴയ കുടുംബങ്ങളിലൊക്കെ എൻ്റെ കുടുംബത്തിൽ ഒരാൾ ഡോക്ടറായി, എൻ്റെ കുടുംബത്തിൽ ഒരാൾ എഞ്ചിനീയറായി, ഒരാൾ കവിയായി എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല, ഇഷ്ടപ്പെട്ടില്ല. ഒരാൾ കൃഷിക്കാരനായി എന്ന് പറയാൻ ആരും ഉണ്ടാവില്ല. ഇന്നും നമ്മുടെ മക്കളെ കൃഷിക്കാരനാക്കണം പറയും, അങ്ങനെ ആരും ചെയ്യുന്നില്ലല്ലോ. എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ വീട്ടുകാർ, എൻ്റെ അച്ഛനും ആരും അതിന് തടസ്സം പറഞ്ഞിട്ടില്ല. എനിക്ക് 8 വയസ്സുള്ളപ്പോഴാണ് മലയാളം നിറഞ്ഞ് പതഞ്ഞ് കവിഞ്ഞ് തുളുമ്പി നിന്ന കന്യാകുമാരി ജില്ല തമിഴ്നാടാവുന്നു. 1956. 56 നവംബർ 1. അന്ന് എനിക്ക് 8 വയസ്സാണ്. അതെ, തിരുവിതാംകൂറിലെ 4 താലൂക്കുകൾ അതെ തമിഴ്നാട്ടിലേക്ക് മാറുകയാണ്. അങ്ങോട്ട് മാറുകയാണ്. മാഞ്ചിനാട് എന്നൊക്കെ പറയുന്നില്ല, ശരിക്കും നെല്ലറയല്ലേ. അപ്പോൾ കന്യാകുമാരി ക്ഷിതിയാദിയായി ഗോകർണാന്തമായി തെക്ക് വടക്ക് നീളെ അന്യോന്യം അമ്പാശിവർ നീട്ടിവിട്ട കണ്ണോട്ടമേറ്റുണ്ടൊരു നല്ല രാജ്യം. കന്യാകുമാരി നമ്മുടെ സംസ്കാരം, അതൊക്കെ അങ്ങോട്ട് പോയി. എനിക്ക് മലയാളം എന്ന് പറഞ്ഞ വലിയൊരു ദൗർബല്യം. അതിനിടയ്ക്ക് ഞാൻ 1.5 മൈൽ നടന്നു പോയാലൊരു ഗ്രാമീണ വായനശാലയുണ്ട്, കേശവവിലാസം വായനശാല ആൻഡ് ഗ്രന്ഥശാല. അങ്ങനെയാണെന്ന് കേശവവിലാസം വായനശാല ആൻഡ് ഗ്രന്ഥശാല. അപ്പോൾ അവിടെ ചെന്ന് അദ്ദേഹം ലൈബ്രറിയും വല്ലപ്പോഴും തുറക്കും, കാരണം പുസ്തകത്തിന് ആവശ്യക്കാർ വരണ്ടേ. മലയാള പുസ്തകങ്ങൾ. അപ്പോൾ ഞാൻ ഇദ്ദേഹത്തെ ഇങ്ങനെ സുഹൃത്താക്കി. അപ്പോൾ അദ്ദേഹം വയൽ വിടാൻ പോവും, അവിടെ പോവും, ഇവിടെ പോയി മാമ എനിക്കൊരു പുസ്തകം വേണം. പുസ്തകം വേണമല്ലേ, അത്ഭുതം. കാരണം ഒരാളിനെ കിട്ടി. അപ്പം കിട്ടുന്ന പുസ്തകം പറയും നമുക്ക് താങ്ങുന്നതല്ല ആ പുസ്തകമൊന്നും. കുമാരനാശാൻ്റെ പദ്യകൃതികൾ 3 വാള്ളി, ശാരദാ ബുക്ക് ഡിപ്പോ തോന്നിക്ക്. എനിക്ക് വയസ്സ് 8, 10, 12. എന്ത് ചെയ്യും? എന്തെങ്കിലും ചെയ്യണമല്ലോ. അങ്ങനെയാണ് വായിച്ചു തുടങ്ങിയത്. അത് വായന ഒരു വെല്ലുവിളിയായിരുന്നു എനിക്ക്. കന്യാകുമാരി ജില്ലയിൽ ഇത് നമ്മളൊരു കവിത എഴുതി വായിച്ചിപ്പിക്കാൻ ആളുണ്ടാവില്ല. നമുക്ക് സ്വയം അത് നിരൂപണം ചെയ്ത് സമാധാനിക്കുക നിവൃത്തിയുള്ളൂ. അങ്ങനെ വളരെ പരിമിതമായൊരു സർക്കിളിലാണ് എൻ്റെ മലയാളം ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്.